മുടിയാട്ടും കടലും കണ്ടേ. യാത്രകൾ നമ്മൾ ഒത്തിരി മൊണോട്ടണി മാറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പുള്ളിക്കാരൻ ഇങ്ങനെ ഹിമാലയത്തിലൊക്കെ പോയി എവിടെയൊക്കെ ഇറങ്ങി വളരെ ലോ ആയിരുന്നിരുന്ന പുള്ളി പോയി വന്ന ആള് വളരെ ഫ്രഷ് ആയിട്ട് വരികയും അപ്പോൾ അത് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം തോന്നി. ആ സമയത്തൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ഡ്രൈവ് അങ്ങനെയാണ്. അത് പാട്ടുകൾ ചെയ്യണം, ഇങ്ങനെ ആവണോ, അതുപോലത്തെ പാട്ടുകൾ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഒരു ത്വരയിലത് മുഴുവൻ ചെയ്തു പോയത്. അടുത്ത ലേറ്റസ്റ്റ് പ്രോജക്റ്റായ ജോബ് കുര്യൻ 10 പാട്ടിൽ ഒരു 5 പാട്ടെങ്കിലും മൂപ്പരായി തന്നെ എഴുതും. ഞാൻ ഒരല്പം കോൺഷ്യസും എന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള ഒരു ആളാണ്. ആ കാര്യത്തിലൊക്കെ കുറച്ച് അന്തർമുഖനാണ്. സാറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ മുങ്ങാനൊക്കെ വലിയ പണിയാണ്. പറഞ്ഞു ഒന്നാമതൊരു റെസ്പെക്റ്റും ഇഷ്ടവും. സാർ ആ ജോബ് എവിടെ ഉണ്ട്, എവിടെ ഒരു പാട്ടുണ്ടോ, താന്നു വാ. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പറയും സാർ ഞാൻ നാളെ വരെ ഇന്ന് അത്ര കണ്ടീഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒരു ടെൻഷനൊക്കെ വരുമല്ലോ. ആൾക്ക് ഒത്തിരി പേരുടെ ഡ്രീമാണ് ഒരു സിനിമ അല്ലേ. അപ്പോൾ അതിൽ നമ്മളൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അതാണ് എൻ്റെ ഞാൻ സമയം എടുക്കുന്നത്. അതിങ്ങനെ ആലോചിച്ച് ഗോൾ സിനിമയിലെ പാട്ട് അഭിനയിച്ച് പാടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ അന്ന് കൾച്ചറൽ ഇൻചാർജ് പോലെ ആയിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ ഒത്തിരി ചർച്ചകളും യാത്രകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊരു നല്ലൊരു ഓർമ്മയാണ്. പിന്നെ പുള്ളി ഡിബേറ്റ്, എലക്യൂഷൻ ഇങ്ങനത്തേനൊക്കെ പുള്ളി വന്നാൽ വേറെ ആരും നോക്കണ്ട. അതുപോലെ പ്രൈസസും സ്കൂളിന് ഉറപ്പാണ്. ഹൗ ഡു യു ഫീൽ എന്ന് വെച്ചാൽ ഗ്രേറ്റ്. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ലേ, അതാണ് എൻ്റെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷൻ ഇല്ലേ, അത് നമ്മൾ ചെയ്ത് നമ്മുടെ അന്നം കിട്ടിയാൽ അത് പരം ഭാഗ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഈസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്. ഹായ്, ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ ശ്രീനിധി. ഇന്ന് എൻ്റെ കൂടെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ആള് നമ്മളുടെ ഒക്കെ ഫേവറേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു ഭംഗിവാക്കല്ല. നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ജോബ് കുര്യൻ. ജോബ് ചേട്ടാ, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം, ഓൾ ഗുഡ്. ജോബ് ചേട്ടാ, ഫ്രം സൂപ്പർ സ്റ്റാർ റിയാലിറ്റി ഷോ ടു independent musician with a lot of ups and downs, unpredictability, uncertainty, emotional ups, emotional lows, അങ്ങനെ അതെ, അപ്രിസിയേഷൻസ്, അവാർഡ്സ്, അങ്ങനെ ഇവിടെ എത്തി നിൽക്കുന്നു. സോ ഓൾ ടുഗദർ ഹൗ ഡു യു ഫീൽ എന്നൊക്കെ ചോദിച്ചാൽ ഹൗ ഡു യു ഫീൽ എന്ന് വെച്ചാൽ ഗ്രേറ്റ്. കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്ത് ജീവിക്കാൻ പറ്റുന്നില്ലേ, അതാണ് എൻ്റെ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പാഷൻ ഇല്ലേ, അത് നമ്മൾ ചെയ്ത് നമ്മുടെ അന്നം കിട്ടിയാൽ അത് പരം ഭാഗ്യമില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. 20 വർഷമായിട്ട് അങ്ങനെ പോകുന്നു. പെട്ടെന്ന് പോയി 20 വർഷം. അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ലൈഫ്. താങ്ക് ഗോഡ്, താങ്ക് എവ്രി വൺ. ഓഡിയൻസ് ആണല്ലോ നമ്മളെ സ്വീകരിച്ചത്, അതിൽ വളരെ സന്തോഷം. നമ്മൾ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ച സമയത്ത് ചേട്ടൻ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന വാക്ക് സമാധാനമാണ്. എന്ത് പറഞ്ഞാലും അതിനകത്തൊരു സമാധാനം ഉണ്ടാവും. സോ ജോബ് കുര്യന്റെ സമാധാനം എന്താണ്? വാട്ട് ഈസ് സമാധാനം ഫോർ യു എന്ന് ഞാൻ ചോദിച്ചാ? സമാധാനം എന്ന് പറയുന്ന ഒരു ഭയങ്കര റഷൊന്നും ഇഷ്ടമല്ല. എല്ലാ കാര്യത്തിനും ഒരു അല്പം സാവകാശം ഇഷ്ടമാണ്. മ്യൂസിക് ആയാലും ജീവിതത്തിൻ്റെ ഒരു ഓട്ടപ്പാച്ചില് ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു പോക്ക് അങ്ങനെയാണ്. പക്ഷെ എന്നാലും അതിൻ്റെ അകത്തൊരു ചെറിയൊരു റിലാക്സ്ഡ് മോഡ് പിടിക്കാനാണ് എനിക്കിഷ്ടം. മേ ബി പ്രയോറിറ്റി അതാണ്. സാമ്പത്തികം വേണ്ടെന്നല്ല, എന്നാലും ടോട്ടലി അതല്ല ഉദ്ദേശം. നമ്മുടെ ഇഷ്ടപ്പെടുന്ന കാര്യം, അതിൽ നിന്ന് കിട്ടുന്നൊരു പ്രേക്ഷകരുടെ റെസ്പെക്റ്റും സ്നേഹം, അതിനൊക്കെ പ്രയോറിറ്റി കൂടുതലാണ്. അപ്പം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പരിമിതിക്കകത്തുനിന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ഞാൻ സമയം എടുക്കും. ഇപ്പോൾ കോൺസേർട്സ് ഒക്കെ ആയാലും ബാക്ക് ടു ബാക്ക് ഒന്നും ഞാൻ ചെയ്യില്ല. വന്നാൽ തന്നെ ഞാൻ പറയും ഇല്ല, എനിക്ക് ശബ്ദത്തിന് കുറച്ച് ഓവറായിട്ട് നമ്മൾ സ്ട്രെസ് ഔട്ട് ചെയ്തിട്ട് അവസാനം വയ്യാണ്ടായി പോകുന്നതിലും നല്ലതാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെ ഞാൻ അല്പം ഗ്യാപ്പൊക്കെ കൊടുത്തിട്ടേ കോൺസേർട്സ് ചെയ്യാറുള്ളൂ. അപ്പോൾ ചെയ്യുന്നതിന് നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. ബാക്ക് ടു ബാക്ക് ഒത്തിരി എണ്ണം ചെയ്താൽ നമ്മൾക്ക് തന്നെ നമ്മളെ മ്യൂസിക്കോട് മടുപ്പ്, മൊണോട്ടണി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ഒരു ഇതാണത്. അപ്പോൾ അത് വരാണ്ടിരിക്കാൻ ഞാൻ അല്പം സ്പേസ് ഔട്ട് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ട് നാച്ചുറലി നമ്മളുടെ റവന്യൂവിനെ അത് കുറച്ച് കുറയ്ക്കും. പക്ഷെ കുഴപ്പമില്ല, സമാധാനം ഉണ്ടല്ലോ. എന്തൊക്കെയാ ചെയ്യാ?
ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് എടുക്കും. ഉറപ്പായിട്ടും. പിന്നെ യു ട്രാവൽ, ഒത്തിരി ആൾക്കാരുമായിട്ട് ഇടപഴകാൻ ഇഷ്ടമാണ്. അപ്പം സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ്. പ്ലസ് കൂട്ടുകാരുമായിട്ട് ഇതൊക്കെ യാത്രകൾ നമ്മൾ ഒത്തിരി ഈ മൊണോട്ടണി മാറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒത്തിരി ദൂരെ അങ്ങ് പോയിട്ട് ഞാൻ അങ്ങ് പോകുന്നല്ല, പറ്റുന്ന നമ്മുടെ അടുത്ത് തന്നെ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാമല്ലോ. അപ്പം അങ്ങനെ ബ്രേക്സ് എടുക്കും. പിന്നെ ഫാമിലി ടൈം വളരെ ആസ്വദിക്കുന്ന ആളാണ്. യാത്രകളിലൂടാണോ നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനുള്ള കോൺസെപ്റ്റ്സോ അല്ലെങ്കിൽ അതൊക്കെ യാത്രകൾ വലിയൊരു ഘടകമാണ് എൻ്റെ പാട്ടുകൾക്കെല്ലാം. എല്ലാ പാട്ടുകളുടെ പിന്നിലും ഒരു യാത്രാനുഭവം ഉണ്ടാവും. അങ്ങനെ അനുഭവം എന്നല്ല, ഉറപ്പായിട്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നതും നമ്മൾ കൂടുതൽ കേൾക്കുന്നതും ഒക്കെ ആ സമയത്താണല്ലോ മ്യൂസിക്കും ഒത്തിരി. അപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള സമയമാകുമ്പോഴേക്കും അതിൽ കൂടുതൽ ഒരു നമ്മുടെ ഇൻറ്റിമസി, നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും, മെച്ചപ്പെടാനുള്ള വഴികൾ ആലോചിക്കും. അപ്പം പല പാട്ടുകൾ ചിലപ്പം സ്പാർക്ക് ഉണ്ടാവും. എനിക്കൊന്ന് എല്ലാവരുടെയും പ്രോസസ്സ് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം. നല്ലൊരു ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒരു സ്പേസ് ഔട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ജോബ് ചേട്ടൻ്റെ യാത്രകൾ എന്ന് പറയുമ്പോൾ യാത്ര ചെയ്യുന്നവരൊക്കെ ജോബ് ചേട്ടൻ്റെ ഏത് പാട്ടാണ് എടുത്തിരുന്നത്? എനിക്ക് തോന്നുന്നു പദയാത്ര. പദയാത്രയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോസ് ഒക്കെ കാണുക, അല്ലെങ്കിൽ യാത്രകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന പദയാത്രയാണ്. അപ്പൊ ഇത് ചെയ്ത സമയത്ത് ചേട്ടന് വിചാരിച്ചിരുന്നു ഇത് കൂടുതൽ യാത്ര? അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളൊരു പേർപ്പസ് ഉണ്ട് മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതിനോടൊരു എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്, അതിലൊരു ഇൻസ്പിറേഷൻ, ഒരു ആസ്പെക്ട് ഉണ്ടാവും, ഒരു കാര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കൂട്ടുകാരൻ്റെ യാത്രയോടനുബന്ധിച്ച് ചെയ്തതാണ് ആ പാട്ട്. കൂട്ടുകാരൻ്റെ യാത്രയാണല്ലേ? പുള്ളിക്കാരൻ ഇങ്ങനെ ഹിമാലയത്തിലൊക്കെ പോയി എവിടെയൊക്കെ ഇറങ്ങി, വളരെ ലോ ആയിരുന്നിരുന്ന പുള്ളി പോയി വന്ന ആള് വളരെ ഫ്രഷ് ആയിട്ട് വരികയും, അപ്പോൾ അത് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷം തോന്നി. വെച്ചാൽ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു, ഒരു വല്ലാത്തൊരു മൂഡിലാണ് പോയത്. വന്ന ആൾ വളരെ ഫ്രഷ് ആയിട്ട്, അപ്പോൾ ഒരു 30 ദിവസമൊക്കെ യാത്ര ചെയ്ത് വന്ന ഒരാൾക്ക് വന്നൊരു മാറ്റം, മേ ബി എക്സ്പീരിയൻസസ് ആയിരിക്കും, പലരുടെ ജീവിതങ്ങൾ നമ്മൾ നേരെ കാണുമായിരിക്കും. അപ്പം നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ല എന്ന് തിരിച്ചറിയുന്നതായിരിക്കാം. അപ്പോൾ ആ തിരിച്ചറിവ് നമ്മളെ സന്തോഷവാനാക്കും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാത്രകൾ ചെയ്യുന്ന ഒരു സംഭവം. നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് ചിന്തിക്കുകയും, വീട്ടിൽ അങ്ങനെ സ്റ്റഫി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി വന്ന ആൾ വേറെ ഒരു ആളായിരുന്നു. അപ്പോൾ ഞാൻ ഓൺ ദ വേ പുള്ളി ഇങ്ങനെ ഫോട്ടോസ് എടുത്ത് അയച്ചു തരുമായിരുന്നു, കാലിൻ്റെ പടം ഇങ്ങനെ വെള്ളത്തിൽ മുക്കി. അപ്പോൾ ഫ്രഷ്നെസ്, പുള്ളി മൊത്തത്തിൽ ആൾ മാറി. അപ്പോൾ അത് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ പാട്ട് ചെയ്യാൻ ശ്രമിച്ചത്, ഒരു യാത്രയോട്. പിന്നെ അത് ചെയ്തു വന്ന് കൂടെ മ്യൂസിഷ്യൻസ് ജോയിൻ ചെയ്തു, ഹരീഷ് ജോയിൻ ചെയ്തു, എല്ലാവരും ഒരുമിച്ച് വന്നപ്പോഴേ മ്യൂസിക് മോജോ എന്ന് പറയുന്ന ഷോയില് കപ്പയുടെ. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിരുന്നു ആ ദിവസം. ഇത്രയും ഒരു സ്നേഹബന്ധം എല്ലാവരും തമ്മിൽ ഉണ്ടായിരുന്നു. ഞാനെപ്പോഴും എല്ലായിടത്തും പറയാം, അന്ന് ഷൂട്ടിന് വന്നവർക്കെല്ലാം ഒരു ബക്കറ്റ് പോസിറ്റിവിറ്റി കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ട്. എല്ലാവരും തമ്മിലേ, ഇപ്പോൾ വിഷ്വൽ ചെയ്ത ഇപ്പോൾ സുമേഷ് ലാൽ സാറും ടീമുമാണ് കപ്പയുടെ അന്നത്തെ. അപ്പോൾ അവരെല്ലാവരും നമ്മളെല്ലാവരും തമ്മിലൊരു ഭയങ്കര ഒരു കോംപ്രമൈസറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് പദയാത്ര. ഓഫ് കോഴ്സ് ഐ ഹവ് ലെറ്റ് ഫ്രം ദ ഫ്രണ്ട് പാട്ടിൻ്റെ കാര്യത്തിൽ. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ചേട്ടൻ്റെ എഴുത്ത്, അപ്പോൾ എല്ലാം അതാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് ബ്യൂട്ടിയാണ് പദയാത്ര. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ സാറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്നത് ഭയങ്കര അപാര പാട്ടായിരിക്കും പുറത്തു വരിക, അപാര മ്യൂസിക് ആയിരിക്കും. കാരണം ആ ലിറിക്സും അദ്ദേഹത്തിന്റെ വരികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അതിങ്ങനെ ഹാർട്ട് ഫെൽറ്റ് എന്നൊക്കെ പറയുന്ന വരികളാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം എപ്പോഴാണ് തുടങ്ങുന്നത്? ഒരു 18 വർഷം. താളം എന്ന് പറഞ്ഞൊരു ആൽബം ചെയ്യുന്ന സമയത്ത് ആണ് പുള്ളിയെ ഞാൻ ആദ്യം റീച്ച് ഔട്ട് ചെയ്യുന്നത്. ഞാനും ചരണം യാക്സനും ചേർന്ന് ചെയ്തൊരു ആൽബമാണ്. അപ്പോൾ ആ സമയത്ത് അവിയലിൻ്റെ നടനട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകളൊക്കെ വളരെ ഹിറ്റായി അവരുടെ ഒരു ആൽബം ഒക്കെ ഇറങ്ങിയിരിക്കുന്ന സമയം അതിൻ്റെ അകത്ത് പല പാട്ടുകളും അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ ഞാൻ റെക്സ് വിജയൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് കോണ്ടാക്ട് കിട്ടിയത്. ചെന്നു. പിന്നെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞാൽ മനസ്സിലായി ഇത് പുള്ളിയായിട്ട് എന്തോ നമുക്കൊരു എളുപ്പമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പുള്ളിയായിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ജെല്ലാവുകയും പിന്നെ ഒരു ചേട്ടനെ പോലെയുള്ളൊരു സ്നേഹം പുള്ളി എനിക്ക് തരികയും ചെയ്തിട്ടുണ്ട്. എന്നും അത് തുടരുകയാണ്. അടുത്ത ലേറ്റസ്റ്റ് പ്രോജക്റ്റായ ജോബ് 10 പാട്ടിൽ ഒരു 5 പാട്ടെങ്കിലും മൂപ്പരായി തന്നെ എഴുതും. അപ്പോൾ നമുക്കിത് കൺവേ ചെയ്യാൻ എളുപ്പമാണോ? ചിലപ്പം ലൈക്ക് മൈൻഡ്നെസ് ആയിരിക്കാം, നമ്മളൊരു ചിന്താഗതികളുടെ സാമ്യതകൾ ഉണ്ടാവും.
അങ്ങനെ തന്നെ നമുക്ക് അത്ര സമയം ഒരു വ്യക്തിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അതെ. അപ്പം എല്ലാവരും ഒരുപോലെയല്ല ചിന്തിക്കുന്നത്. സിമിലറായിട്ട് ചിന്തിക്കുന്നവർ തമ്മിലൊരു ബന്ധം സ്ട്രോങ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പുള്ളി ഞാനും കുറേ കാര്യങ്ങൾ ഉറപ്പായിട്ടും വളരെ സിമിലർ തോട്ട് പ്രോസസ്സ് മേ ബി. സോ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നതിന് ഇന്റർനാഷണലി ഇപ്പോൾ ഒരു സ്പേസ് ക്രിയേറ്റ് ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്നും ഇന്റർനാഷണലി ഉണ്ട്. അതെ, നമ്മുടെ ഇവിടെ ആ സ്പേസ് ക്രിയേറ്റഡ് ആയി ഇന്റർനാഷണലി ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു ടൈമിലെ മ്യൂസീഷ്യൻസിൽ ഒരാൾ ജോബ് കുര്യനാണ് ആ ടൈമിൽ. അപ്പോൾ ഇപ്പോൾ ഈ 10 years കഴിഞ്ഞിട്ടും ഇപ്പോഴും ചേട്ടൻ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ അതൊരു ഭയങ്കര ഒരു ചലഞ്ചാണ്. കാരണം നമ്മളൊരു മ്യൂസിക് നമ്മൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് നമ്മളൊരു മ്യൂസീഷ്യന് വേണ്ടി പാടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൈസ കിട്ടി നമ്മൾ തിരിച്ചു വരുന്ന സേഫ് സോണാണ്. പക്ഷെ നമ്മളൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളൊരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റിട്ടേൺ കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതിനകത്ത് അപ്പൊ അതിനകത്ത് നിന്ന് പോവുക ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പൊ എങ്ങനെ ഈ ചലഞ്ചൊക്കെ എങ്ങനെ ഡീൽ ചെയ്തത്? ബിക്കോസ് നമുക്ക് റിട്ടേൺ കിട്ടാൻ കുറെ ടൈം എടുക്കുമല്ലോ. അതെ, റിട്ടേൺ ഒക്കെ വരുമെന്ന് ആഗ്രഹിച്ചിട്ടല്ല അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ റിട്ടേൺസ് ഇപ്പോൾ വരുന്നുണ്ടാവാം. അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചത്. ആ സമയത്തൊക്കെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഒരു ഡ്രൈവ് അങ്ങനെയാണ്. അത് പാട്ടുകൾ ചെയ്യണം, ഇങ്ങനെ ആവണോ, അതുപോലത്തെ പാട്ടുകൾ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരു ത്വരയിലാണ് അത് മുഴുവൻ ചെയ്തു പോയത്. പക്ഷേ ഡൗൺ ദ ലൈൻ അതിപ്പോൾ എനിക്കൊരു എന്താ പറയണ്ട, അതിൽ നിന്ന് തിരക്കേടില്ലാത്ത ഒരു വരുമാനവും പ്ലസ് എൻ്റെ കോൺസേർട്സിന് പ്രേക്ഷകർ വന്ന് ആ പാട്ടുകൾ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ പിന്നെ ഫസ്റ്റ് വി ഷുഡ് താങ്ക് സോഷ്യൽ മീഡിയ ഫോർ ഓൾ ദിസ് തിങ്. മനസ്സിലായി, ഇതെല്ലാം സോഷ്യൽ മീഡിയ ഇത്രയും ഒരു ബൂം വന്ന് ഇൻ്റർനെറ്റ് ബൂം വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഒത്തിരി പ്രേക്ഷകരിലേക്ക് എത്തിയതല്ല. യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഭവമാണ് ചിലപ്പം ഒരു ഗോഡ് ഫാദർ ഇല്ലാതെ നമ്മൾ ഒരു പ്രേക്ഷകരിലേക്ക് നമ്മുടെ ആർട്ട് പ്രസൻറ്റ് ചെയ്യാനൊരു മീഡിയം വന്നത് അല്ലേ. പണ്ട് ചാനൽസ് ചിലപ്പോൾ പണ്ടൊക്കെ ദൂരദർശനും ഓൾ ഇന്ത്യ റേഡിയോയും പിന്നെ സിനിമകളും മാത്രമാണ് മീഡിയം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ, നമുക്ക് ഒത്തിരി മീഡിയമുണ്ട്, ഒത്തിരി ചാനൽസ് ഉണ്ട്. അപ്പോൾ കാലം അതിന് വലിയൊരു ഫാക്ടർ അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ കാണാൻ പോകുന്നത് അതിലല്ലേ. അതെ, അതിലാണ് നമ്മൾ അത് ഫോക്കസ് ചെയ്താണ് ഇപ്പം അതിൽ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ എടുക്കുന്നത്. മനുഷ്യർ അതിലാണ് കൂടുതലുള്ളത് ഇപ്പോൾ ആക്റ്റീവായിട്ട്. കാലത്തിൻ്റെ മാറ്റമാണ്. ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സാധാരണ അപ്പം ഒരു റിയാലിറ്റി ഷോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ ഫ്ലറിഷ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കാറ്. പക്ഷേ ചേട്ടൻ്റെ കാര്യത്തിൽ ചേട്ടന് അത്രയ്ക്ക് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് പോകാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ആണ് എപ്പോഴും ചെറിഷ് ചെയ്യുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ളത്. അതെന്താ? പ്ലേ ബാക്ക് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പ്ലേ ബാക്ക് സിംഗിങ്ങിന് വിളിക്കുമ്പോൾ ചേട്ടൻ മുങ്ങി 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 പോകുന്ന കേട്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതൊക്കെ ഒരു ശരിക്കും അതൊരു പ്രോബ്ലമാണ്. അങ്ങനെ ആവാൻ പാടില്ല. അല്ല, അങ്ങനെ ആവാൻ പാടില്ല. നമ്മള് ഞാൻ വിചാരിച്ചു, ഞാൻ കേട്ടത് ഞാൻ പാടില്ല. അല്ല, അങ്ങനെ നമ്മള് അങ്ങനെ ആവാൻ പാടില്ല. ചെന്ന് സഹകരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഞാൻ ഒരല്പം കോൺഷ്യസും എന്നെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള ഒരു ആളാണ്. ഒരല്പം ആ കാര്യത്തിലൊക്കെ കുറച്ച് അന്തർമുഖനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ നോക്കിയിരിക്കും ഒരു ജോക്കിരിന്റെ പാട്ട് ഇറങ്ങാനായിട്ട്. അല്ല, പിന്നെ വേറൊരു കേസ്, ഈ വിളിക്കുന്ന പാട്ടുകളില്ല, ആ പാട്ടുകൾ നമ്മളോട്ട് റിലേറ്റ് ചെയ്യാം. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് പാടാൻ പറ്റണം. ഇതാണോ നമ്മൾക്കൊരു പാട്ട് നമ്മളെ ഒരു കമ്പോസർ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഒരു പാട്ട് പാടാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ചേട്ടൻ നോക്കുന്ന ക്രൈറ്റീരിയ ഇതൊക്കെയാണോ? ക്രൈറ്റീരിയ ഉറപ്പായിട്ടും പാട്ട് കേൾക്കുക, പാട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം. 2 അതിൻ്റെ അത് പാടാൻ പറ്റണം എഫക്റ്റീവായിട്ട്. അതൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ അവരുടെ സമയം മെനക്കെടുത്തരുതല്ലോ. നമ്മൾ ചെന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അവരുടെയും ടൈം പോവും, നമ്മളുടെയും. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് വരും, ഓവർ തിങ്ക് ചെയ്ത് വരുമ്പോഴേക്കും സംഭവം കഴിയും. പിന്നെ ചിലർ ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സിന്, ഇപ്പം ഞാൻ അധികം പാട്ടുകൾ പാടിയിട്ടില്ലെങ്കിലും പാടിയ കുറേ പാട്ടുകൾ നല്ലോണം വന്നിട്ടുണ്ട്. അത് ആ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി, അവരുടെ മ്യൂസിക് ഡയറക്ടറിൻ്റെ വിഷൻ അല്ലെങ്കിൽ സിനിമ ഡയറക്ടറിൻ്റെ വിഷനൊക്കെയാണ് നമ്മുടെ ശബ്ദത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിലൊക്കെ ബ്ലെസ്ഡ് ആയിട്ടൊരാളാണ് ഞാൻ. ആക്ച്വലി നല്ല പാട്ടുകൾ പാടാൻ പറ്റി. അപ്പോൾ അവരോടാണ് എൻ്റെ താങ്ക്സ്. കാരണം അവർ ആ ക്ഷമയോടുകൂടി എന്നെ റെക്കോർഡ് ചെയ്ത് ഉപയോഗിച്ചല്ലോ. അതെ, ഞാനൊരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ജോബ് ചേട്ടൻ്റെ പാട്ട് വേണം സിനിമയിൽ. അപ്പോൾ ജോബ് ചേട്ടനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ജോബ് ചേട്ടൻ ഇങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന്
റെക്കോർഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്ത് ജോബ് ചേട്ടന്റെ വീട്ടിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്തോണ്ട് പോയി എന്ന് പറഞ്ഞു. തീവണ്ടി സിനിമയിലെ പാട്ട് കൈലാസേട്ടൻ റെക്കോർഡ് ചെയ്യാൻ വന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇന്നാലും ഞാൻ എന്തിനാ അത്രയും നീക്കി പുള്ളിയെ ബുദ്ധിമുട്ടിച്ചത് നേരത്തെ. അപ്പൊ നല്ലൊരു പാട്ടും ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആ സമയത്ത് ഞാൻ വേറെ എന്തോ ഒരു കാര്യത്തിലായിരുന്നു. പക്ഷെ കൈലാസ് വാസ് ഡിറ്റർമിൻഡ്, വോയിസ് കൊണ്ട് എടുത്തിട്ട് വിടുകയുള്ളൂ. അത് പുള്ളിയുടെ ഒരു ഡിറ്റർമിനേഷനും പുള്ളിക്ക് എന്നോട് ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നല്ലൊരു പാട്ട് പാടാൻ പറ്റി. അപ്പോൾ ഇറ്റ്സ് ഓൾ ബ്ലെസ്സിങ്. പിന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ വന്ന് പിടിച്ച പിടിയാലെ പാടിപ്പിച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ പിടിച്ച പിടിയാലെ പിടിക്കുക. ദീപക് ദേവ് സാറൊക്കെ സൂപ്പർ സ്റ്റാർ ടൈമിൽ നമ്മുടെ ജഡ്ജായിരുന്നു, മെന്ററാണല്ലോ. അപ്പം സാറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ മുങ്ങാനൊക്കെ വലിയ പണിയാണ്. പറഞ്ഞു ഒന്നാലൊരു റെസ്പെക്റ്റും ഇഷ്ടവും. സാർ ആ ജോബ് എവിടെ ഉണ്ട്? ഇവിടെ ഒരു പാട്ടുണ്ടോ, താന്നു വാ. അപ്പം നമ്മൾ ചെന്നിട്ട് പറയും സാർ ഞാൻ നാളെ വരെ ഇന്ന് അത്ര കണ്ടീഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ടെൻഷനൊക്കെ വരുമല്ലോ. പുള്ളി പക്ഷെ കൂളാക്കി എടുക്കും ആദ്യം. എന്നിട്ട് അന്നത് പാടിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് എടുത്തിട്ടേ പുള്ളി വിടത്തുള്ളൂ. പുള്ളിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയാം മേ ബി. അപ്പോൾ സാറായതുകൊണ്ട് എനിക്ക് ഞാൻ ടെൻഷനൊക്കെ പോയി ഞാൻ എന്നെ മാക്സിമം ഡെലിവറി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ല ഇപ്പം ബിജേട്ടനായാലും റെക്സേട്ടനായാലും മാണിക്കച്ചിറയുള്ള അതുപോലെ സപ്തമശ്രീയിലെ താനെ പൂക്കും റെക്സ് വിജയൻ ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ പലരും, ഷാൻ, ഇവരൊക്കെ എന്നോടൊരു എന്താ പറയുക, എന്നോട് ക്ഷമിച്ച് വോയിസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. വിനീതിൻ്റെ ഹിഷാമിൻ്റെ കൂടെ പാടുമ്പോഴൊക്കെ ദേ ഓൾ നോ മൈ ക്യാരക്ടർ. അപ്പോൾ ഒരു സൗഹൃദമുണ്ട്, സ്നേഹത്തോടെ അത് വോയിസ് ക്യാപ്ചർ ചെയ്യാന്നുള്ള അവരുടെ ഒരു പേഷ്യൻസിൻ്റെ ഗുണമാണെന്ന് തോന്നുന്നു. ചേട്ടൻ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ പാടിയിട്ടുള്ള ഓൾമോസ്റ്റ് പാട്ടുകൾ കുറച്ച് ലൗഡായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ചൊരു വ്യത്യസ്തത തോന്നി. എനിക്ക് ടെക്നിക്കലി അത് എന്താന്ന് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. എനിക്ക് വ്യത്യസ്തത തോന്നുന്ന ചില്ല് റാന്തൽ പാട്ട് കലിയിലെ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഗോപിചന്ദ് ഒരു അടിപൊളി കോമ്പോസിഷനാണ്. നല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോണറും എൻ്റെ ഒരു ഏരിയയിലാണ് ആ പാട്ട്. പിന്നെ നല്ല സമയം ആ പാട്ട് വന്നപ്പോ മുങ്ങാൻ നോക്കിയായിരുന്നു. ഇല്ല അങ്ങനെയല്ല, മുങ്ങാൻ നോക്കിയിട്ടില്ല. അങ്ങനെ എപ്പോഴും മുങ്ങൊന്നുമില്ല. എപ്പോഴും ഞാൻ അവൈലബിൾ ആണ്. എല്ലാവരും നല്ല മ്യൂസിക്. അല്ല അത് സ്റ്റുഡിയോ ചെന്നു പുള്ളി നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് സമാധാനത്തിൽ റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ്. നല്ല പാട്ടുമാണ്. എനിക്കത് പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ആദ്യത്തെ ഞാൻ നോക്കുന്നത്. എനിക്ക് പാട്ടിൽ എനിക്കിഷ്ടമുള്ള എലിമെന്റ്സ് ഉണ്ടാവണം എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു പാട്ടല്ലേ, അസാധ്യ കോമ്പോസിഷനും. അത് ആ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു പിന്നെ സിനിമയുടെ ഒരു ക്രൈറ്റീരിയ പല ഒത്തിരി പേരുടെ ഡ്രീമാണ് ഒരു സിനിമ അല്ലേ. അപ്പൊ അതില് നമ്മളൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അതാണ് എൻ്റെ സമയം എടുക്കുക. അതിങ്ങനെ ആലോചിച്ച് കൂട്ടും. ചിലപ്പോൾ നമ്മൾ സമയം പോകാം, അവരെ റെക്കോർഡിങ്ങിന് കുറേ വേസ്റ്റ്, വെറുതെ ബുദ്ധിമുട്ടിക്കണോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടും. കുറച്ച് അതിന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്റെ സമയമല്ലേ പോകുന്നത്. നമ്മളിങ്ങനെ പാടി കഴിയുമ്പോൾ ശരിയാണോ, ഞാൻ തന്നെ എത്രയോ കറക്ഷൻസ് ചെയ്ത് എന്റെ തന്നെ ഇഷ്ടം വരെ ചെയ്യുമല്ലോ. നമുക്ക് പിന്നെ ആരുടെ അടുത്തും അതൊരു ഞാൻ തന്നെ അനുഭവിച്ചാൽ മതി. ആ ഡിലേ, ആ മൂഡ് കൃത്യമായിട്ട് മൊത്തത്തിലൊരു മൂഡിന്റെ ആളാണ്. എനിക്കത് കറക്റ്റ് ആയാലേ ഇത് പറ്റുള്ളൂ. ആർട്ട്. അപ്പോഴേ റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഗോൾഡ് സിനിമയിലെ പാട്ട് അഭിനയിച്ച് പാടിയിട്ടുണ്ടല്ലോ, അത് റീവാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ ഫ്രണ്ട്ലി ഒരു ആളല്ല. പക്ഷെ നല്ല പാട്ടല്ലേ ചേട്ടാ അത്? കാരണം നിങ്ങൾ ഇത്രയും പേരും കൂടെ വരുന്ന അപ്പോൾ ട്രെൻഡാണ്. വലിയൊരു സിനിമ അതൊക്കെ ഒക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്ക്രീനിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അങ്ങനെ ഒരു കൊറിയോഗ്രാഫ്ഡ് ഒരു ഡാൻസിലോ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ കുഴപ്പമില്ല. ക്യാമറ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കോൺവെർസേഷനിലായതുകൊണ്ട് കുഴപ്പമില്ല. പെർഫോം ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ പെർഫോമിങ്. നേരെ മറിച്ച് ഒരു കൊറിയോഗ്രാഫ്ഡ് ഡാൻസോ അല്ലെങ്കിൽ അഭിനയമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു. ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ ബാക്ക് ടു ദാറ്റ്. അതാണ് സത്യം. ചെയ്യേണ്ടിയിരുന്നില്ല. പക്ഷെ കമൽ സാറ് പറഞ്ഞു ചെന്നു. അപ്പോൾ സാറിനോട് നോ പറയുന്നത് മോശമാണെന്ന് തോന്നി. അപ്പോൾ അല്ലാതെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ലത്. അല്ല ഷൂട്ടിന്റെ ടൈം ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഷൂട്ട് 3 ദിവസം ബാക്ക് ടു ബാക്ക്
ഷൂട്ടായിരുന്നു. പക്ഷെ ചേട്ടൻ ഇപ്പൊ പറയുന്നല്ലോ ചേട്ടന് റീവാച്ച് ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നല്ലോ, ആ സമയത്ത് അതൊരു ട്രെൻഡ് സെറ്റർ ആ പാട്ട്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഞാൻ റിയാലിറ്റി ഷോയിൽ നിങ്ങളെ വന്ന് ഇത്രയും പേരാണ് ഫൈനൽ വരുന്നത്, നിങ്ങൾക്കൊരു അപാര ഫാൻ ബേസ് ഉണ്ട്, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം അത്. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ കിരൺ ടി വിയിലായിരിക്കും മിക്കപ്പോഴും പാട്ട് പ്ലേ ആവുക. അപ്പൊ ഈ പാട്ട് ടി വിയിൽ വരാൻ നമ്മൾ നോക്കിയിരിക്കും, കാരണം നിങ്ങൾ ഇത്രയും പേര് അതിനകത്ത് വരും, മൃദുല ചേച്ചി, ചേട്ടൻ, അങ്ങനെ നിങ്ങളൊരു ടീം ഉണ്ടല്ലോ നിങ്ങൾ വരാനായിട്ട്. അങ്ങനെയൊക്കെ നോക്കിയ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്നെ തന്നെ എനിക്ക് ഇഷ്ടമേ അല്ല അത്, അതുകൊണ്ട് ഞാൻ കാണത്തേ ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം മ്യൂസിക്കലി സന്തോഷം വിദ്യാജിയുടെ ഒരു 4 വരിയെങ്കിലും പാടാൻ പറ്റിയല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ആളുടെ കൂടെ കുറച്ച് നേരം സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്തു, കമൽ സാറിൻ്റെ കൂടെ കുറച്ച് നേരം, അതൊക്കെ സന്തോഷം. പക്ഷേ ഐ എം നോട്ട് അറ്റ് ഓൾ എ ക്യാമറാമാൻ ഓർ ഒരു സിനിമ അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കിൽ കൊറിയോഗ്രാഫി, ഡാൻസ്, ഇതൊന്നും എനിക്ക് ലൈവ് കോൺസേർട്ടിൽ ചിലപ്പോൾ ഞാൻ പാടി ഡാൻസ് ഒക്കെ ചെയ്തിരിക്കും, അതെൻ്റെ ആ മൂഡിൽ സംഭവിച്ചു പോകുന്നു. മറ്റേത് കൊറിയോഗ്രാഫ്ഡ് അല്ലേ, ഒരാളെ തെറ്റിച്ചാൽ പോയേ, ബാക്കി എല്ലാവരുടെ സമയവും. അതുകൊണ്ട് ചുമ്മാ അല്ല. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ആലോചിക്കുവോ ഞാൻ മാത്രമല്ല, ഞാൻ തെറ്റിക്കുവേ നാച്ചുറലി. പിന്നെ ഫുൾ കൊറിയോഗ്രാഫി ഡാൻസ് മാസ്റ്റർ പഠിപ്പിച്ചിട്ടൊക്കെയാണ് സ്റ്റെപ്പൊക്കെ. നമ്മൾ തെറ്റിക്കുമ്പോൾ നാച്ചുറലി പിന്നെ ടേക്ക് ചെയ്യണം. അത് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ഒരു സംഭവം, ഞാനങ്ങനെ പോയി പെടില്ല ഇനി ഉറപ്പായിട്ട്. ചേട്ടൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഫിയർ എന്താ, ഒരു പേടിയുള്ള കാര്യം എന്താ? അല്ല, പല ഹെൽത്ത് ഒരു ആങ്ഷ്യസ് ക്യാരക്ടറാണ് ഞാൻ പൊതുവെ. ഹെൽത്തിൻ്റെ കാര്യത്തിൽ അയ്യോ ഇതെന്താ പ്രശ്നം, മറ്റേ പ്രശ്നമുണ്ടോ, ആ പ്രശ്നമുണ്ടോ, ഇതെന്താ ഇപ്പോൾ കൈ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ആങ്ഷ്യസ്, പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ആങ്സൈറ്റിയുടെ ഒരു എലിമെൻ്റ് ഉണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളിലും. പേടിയെന്നല്ല, എന്താ പറയണ, പേടി തന്നെ ഒരു തരത്തിൽ. ബട്ട് മേ ബി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നൊരു ഇത് കൂടുതലാണ്. ഇത് എന്താ ഇപ്പം പ്രശ്നം, ഇതെന്താ ഇങ്ങനെ വന്നു നമുക്ക് പറഞ്ഞിരിക്കും. ലൈവായിട്ട് പാടുന്ന ആ ഒരു അഡിക്ഷൻ എപ്പോഴാണ് നമുക്കിത് തുടങ്ങുന്നത്, അതായത് ആ ഒരു ഹൈ കിട്ടി തുടങ്ങുന്നത്? ഓഫ് കോഴ്സ് സ്റ്റേജിൽ ഓഡിയൻസും നമ്മളും നമ്മുടെ കോ മ്യൂസിഷ്യൻസും എല്ലാവരും ഒരു ഫീലിങ്ങിൽ എത്തുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് മാജിക്കാണത്. കോൺസേർട്സിന് നമ്മൾ ആസ് പെർഫോമേഴ്സ്, അതാണ് എൻ്റെ ഏറ്റവും സന്തോഷം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടൈം ടുഗെദർ, ഒരു അഫെക്ഷൻ്റെ അതാണ് ഏറ്റവും വലിയ ഹൈ. അത് കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ വേണമെന്ന് തോന്നുന്നു. അത്രയൊരു നമ്മൾ കാരണം പ്രേക്ഷകരുടെ സ്നേഹവും നമ്മുടെ മ്യൂസിക്കുമായിട്ട് കണക്ഷനും അവരുടെ കുറേ കാര്യങ്ങൾ മറന്ന് അവർ എൻജോയ് ചെയ്യായിരിക്കും. പ്രശ്നങ്ങൾ എല്ലാവരും അതാണ്, എല്ലാവർക്കും ജീവിതങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. അതെല്ലാം മറന്ന് കുറച്ച് നേരം മ്യൂസിക് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഒഴുകി എല്ലാവരും കൂടെ ഒന്നാവുന്നൊരു സമയമല്ലേ. കോൺസേർട്ട്സ് ആർ ബ്യൂട്ടിഫുൾ. ഞാനൊരു ലൈവ് മാനാണ്, അത് ഞാൻ പല ഇൻ്റർവ്യൂസിലും എല്ലാത്തിലും പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഈ വിക്കിപീഡിയയുടെ കാര്യം പറഞ്ഞില്ലേ നേരത്തെ, ജോബ് ചേട്ടൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇങ്ങനെ, ഞാനിങ്ങനെ റെഫർ ചെയ്ത് എന്തോ പറഞ്ഞപ്പോൾ പറഞ്ഞു വിക്കിപീഡിയ നോക്കണ്ട, അതിനകത്ത് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇപ്പോഴും ഓർത്ത് വിക്കിപീഡിയക്കകത്ത് ജോബ് ചേട്ടൻ്റെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത കൂട്ടത്തിൽ ഒരു സെന്റൻസ് ഉണ്ട്, പൃഥ്വിരാജും ജോബ് ചേട്ടനും ക്ലാസ്മേറ്റ്സ് ആണെന്ന് വിക്കിപീഡിയയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ചേട്ടൻ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചത്, ഐ മീൻ സ്കൂളിൽ ഒന്നിച്ചായിരുന്നു, ഒരു ബാച്ചായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടുപേരും രണ്ട് രീതിയിൽ എത്തിപ്പെട്ടു. എങ്കിലും പൃഥ്വിരാജ് സാറിന്റെ സിനിമകളിൽ പാടിയിട്ടുണ്ട്, എമ്പുരാനിൽ പാടിയിട്ടുണ്ട്. സോ അതൊരു ഭയങ്കര അലൈൻമെന്റ് അല്ലേ? അത് ഉറപ്പായിട്ടും അതൊരു പണ്ട് സ്കൂളിലെ സമയത്തും നിങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ? ഭയങ്കര വളരെ മ്യൂച്വലി കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ. പുള്ളി എൻ്റെ ക്ലാസ്സിലല്ല, പക്ഷെ ഞങ്ങള് സ്കൂൾ ഡേയ്സിന്റെ വേറെ ഡിവിഷനായിരുന്നു. അപ്പോൾ ഫെസ്റ്റിവൽസ് വരുമ്പോഴും ഒക്കെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യും, പാട്ടുകൾ ചൂസ് ചെയ്യും. പുള്ളിയും പാടുമല്ലോ, അപ്പം ഞാൻ പുള്ളിയെ അടുത്ത് പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പാടുകയും സ്കൂൾ ഡേയ്സിനും അങ്ങനെയൊക്കെയുള്ള 2 വർഷം ഒരുമിച്ച് പഠിച്ചിട്ടുള്ള. പക്ഷേ 2 വർഷം അടിപൊളിയായിരുന്നു. പുള്ളി ഹെഡ് ബോയ് ആയിരുന്നു സ്കൂളിൻ്റെ, ഭാരതീയ വിദ്യാഭവൻ കൊടുങ്ങാനൂർ ട്രിവാൻഡ്രം. അപ്പോൾ ഞാൻ അന്ന് കൾച്ചറൽ ഇൻചാർജ് പോലെ ആയിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഒത്തിരി ചർച്ചകളും യാത്രകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഫെസ്റ്റിവൽസിനൊക്കെ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓർമ്മയാണ്. പിന്നെ പുള്ളി ഡിബേറ്റ്, എലക്യൂഷൻ ഇങ്ങനത്തേനൊക്കെ പുള്ളി വന്നാൽ വേറെ ആരും നോക്കണ്ട, അതുപോലെ പ്രൈസസും സ്കൂളിന് ഉറപ്പാണ്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഓർമ്മയാണ്. അപ്പോൾ അത് ഈ അടുത്ത് ഒരു വേദിയിലുള്ള ഒരു വീഡിയോ ഇങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സന്തോഷം, അദ്ദേഹം നന്നായിട്ട് ചെയ്യുന്നു. പഴയ പോലെ നിർത്തിയെടുത്ത് വെച്ച് തുടങ്ങാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അതായത് ഒരു സ്നേഹബന്ധം അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ
നന്നായിരിക്കട്ടെ പൃഥ്വി. എനിക്ക് എൻ്റെതായ രീതിയിലും ചെയ്യാൻ പറ്റട്ടെ. എന്താ പൃഥ്വി എന്നാണ് വിളിക്കുന്നത്? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിക് നെയിംസ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും? ഞാൻ പൃഥ്വി അളിയാ എടാ വിളിക്കുമല്ലോ. നിക് നെയിംസ് ഒന്നും ഓർമ്മയില്ല അങ്ങനെയൊന്നും. രാജു രാജു നല്ല വിളിക്കുന്നത്, പൃഥ്വി തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എടാ ഒരു പ്രായമാണല്ലോ. ചേട്ടൻ്റെ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എടുത്തു കഴിഞ്ഞാൽ നമ്മളത് നോക്കുമ്പോൾ അതിനകത്തൊരു ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊരു ഒരു ഒരു ഫീല് കിട്ടും, ഒരു എലമെൻ്റ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു നൊസ്റ്റാൾജിയ കിട്ടും ചില സമയത്ത്. ചിലപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫ്ലാഷ് ചെയ്യും, എന്തൊക്കെയോ ഒരു മെമ്മറി ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ എനിക്ക് ചേട്ടൻ്റെ ചൈൽഡ്ഹുഡൊക്കെ എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ചൈൽഡ്ഹുഡ് ഇതും അതും തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ? ഉറപ്പായിട്ടും. എൻ്റെ ഫാമിലി വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. മ്യൂസിക്കിലും ഫാദർ എസ്പെഷ്യലി, അമ്മയും ചേച്ചിയും അനിയത്തിയാണ്. എല്ലാവർക്കും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, പാടുകയും ചെയ്യും എല്ലാവരും. ഫാദറിൻ്റെ എൻ്റെ അനിയന്മാരും ഒക്കെ അനിയനും അനിയത്തിയൊക്കെ പാടും. എല്ലാവർക്കും മ്യൂസിക് ഉണ്ട്. അപ്പോൾ വളരെ സപ്പോർട്ടീവായിട്ടൊരു ചൈൽഡ്ഹുഡാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെ ബ്ലെസ്ഡാണ്. ഇത്രയും കൊല്ലം ഒരു തരത്തിലും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഹിക്കപ്സ് വരുന്നതല്ലാതെ ഒരു വലിയൊരു ഇത് മോളിൽ നിന്ന് അങ്ങനെ ഒരു പരീക്ഷണം ഇതുവരെ വന്നിട്ടില്ല. അതിൽ രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ വളരെ അപ്ലിഫ്റ്റിംഗ് ആയിട്ടൊരു ചൈൽഡ്ഹുഡാണ് എനിക്ക്. പിന്നെ താങ്ക് മൈ ഫാമിലി, അച്ഛനും അമ്മയ്ക്കും റിലേറ്റീവ്സിനും ഒക്കെ അതിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. അതാണ് ഏറ്റവും വലിയ നിധിയായിട്ട് ഞാൻ കാക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് വളരെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ അവരെ വീട്ടിലും വളരെ വീടുമായിട്ടും വളരെ അടുപ്പമാണ്. അപ്പം അങ്ങനെ ഒരു ടുഗെദർനെസ് ഉണ്ടായിരുന്നു. വീട്ടിലൊക്കെ വരുമായിരുന്നു. വീട്ടിൽ വന്ന് പറയേണ്ട കാര്യമില്ല. അമ്മ 24 hours അവിടെ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാരും. എഞ്ചിനീയറിംഗ് കോളേജിലെ ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, എഞ്ചിനീയറിംഗ് ഉള്ള സുഹൃത്തുക്കളുണ്ട്. സ്കൂളാണ്. അപ്പോൾ വളരെ അങ്ങനെ ഒരു നല്ല സുഹൃത്തുക്കൾ നിറഞ്ഞൊരു ചൈൽഡ്ഹുഡ് എനിക്കുണ്ട്. അതേ സുഹൃത്തുക്കളുമായിട്ട് അതേ ലെവൽ ബന്ധം ഇപ്പോഴും ഉണ്ട്. അത് അതിൻ്റെയാണോ ചിലപ്പോൾ ഈ നൊസ്റ്റാൾജിയയും അതൊക്കെ മ്യൂസിക്കിലും വരുന്നത്. നമ്മുടെ തന്നെ എക്സ്റ്റൻഷൻ അല്ലേ നമ്മുടെ ആർട്ട്. ഉറപ്പായിട്ടും ഞാൻ ബ്ലെസ്ഡ് ടു ഹാവ് ഓൾ ദീസ് എലിമെന്റ്സ്. അതിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, വീട്ടിലേക്കുള്ള TV, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസസ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ആവശ്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ഓക്സിജൻ ഇസ് ദ ബെസ്റ്റ്. ഓക്സിജൻ, ദ ഡിജിറ്റൽ എക്സ്പെർട്ട്.